അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരാവുന്ന പ്രിയ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണ കൃപാകടാക്ഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഏവരിലും ചൊരിയുമാറാകട്ടെ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു ലോകമാണ് ഈ ഐഹിക ലോകം. അതുകൊണ്ട് തന്നെ ഇതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ധാരാളം സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വരുന്നത് പോലെ തന്നെ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ജീവിതം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തിനാണെന്നറിയോ? നമ്മൾ എത്ര കണ്ട് ഈ ദുനിയാവിൽ നമ്മൾ ക്ഷമിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു അടിച്ചുപൊളിയുടെ ഒരു ലോകമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ലോകത്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഈ ദുനിയാവ് എന്നുള്ളത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ തന്നെ. എന്നാലും നമ്മുടെ വിഷയം എന്നുള്ളത് ഇവിടെ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടാകാൻ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒന്നാണ് രോഗം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമുക്കിടയിൽ നിന്ന് ധാരാളം രോഗികളുണ്ട്, ഇല്ലേ? അതോ ഒന്നോ രണ്ടോ ദിവസമൊന്നുമല്ല, ചിലപ്പോൾ വർഷങ്ങളോളം വേദന സഹിച്ച് പിടിച്ച് നടക്കുന്ന ധാരാളം രോഗികൾ നമുക്ക് ചുറ്റുപാടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടതേ, നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇത് ക്ഷമിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ്റെ നമുക്ക് ഇരു ലോകത്തും പ്രതിഫലം കിട്ടുമെന്ന് ആദ്യം സത്യവിശ്വാസി മനസ്സിലാക്കുക. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രോഗം മാറണ്ടേ? രോഗം മാറുന്നതിന് വേണ്ടി നമ്മൾ ചികിത്സ തേടണം തന്നെയാണ്. നമ്മൾ ആശുപത്രിയിൽ പോകണം, അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ നമ്മൾ ആശുപത്രി പോകുന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവരും ആശുപത്രി പോകും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടാണ്, ആത്മീയപരമായിട്ടുള്ള കുറച്ച് ചികിത്സ കൂടി നമ്മൾ നേടണം എന്നുള്ളതാണ്. ആത്മീയമായ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയുമോ? ഒന്ന്, നമ്മൾ തൗബ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാലും ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അതേപോലെ തന്നെ അള്ളാഹിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ രോഗമൊക്കെ പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി, ദുരിതമൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി നമ്മൾ എന്തൊരു ചെയ്യേണ്ടത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടേ, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മൾ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ, ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ, പാവങ്ങളെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടോ. അല്ലാതെ നമ്മൾ കുറേ ഇപ്പോൾ യത്തീം മക്കളുണ്ടാവും, വിധവകളുണ്ടാവും, അവരൊക്കെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. അത് നിങ്ങൾ ഒരിക്കലും നമ്മൾ കരയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും കരയിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ കൗമിന്, ഇന്നത്തെ ജനതയ്ക്ക് അതിൻ്റെ വില അറിയില്ല. വില അറിയാത്തത് കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യത്തീമിനോ വിധവകൾക്കോ അല്ല അതിൻ്റെ പ്രയാസം ഉണ്ടാവുക, മറിച്ച് അവരെ ആരാണോ അവഗണിച്ചത് അവർക്കാണ് പിന്നീട് പ്രയാസം അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ എന്ത് ചെയ്യുക? സ്വതക്ക നൽകുക. സ്വതക്ക എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് ഉപകാരമുള്ള എന്തൊരു കാര്യം നമുക്ക് ചെയ്യാം. അതിപ്പോൾ ഭക്ഷണം ആയിക്കോട്ടെ, അതിപ്പോൾ പണം ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു വീടായിക്കോട്ടെ, എന്തും നമുക്ക് എന്ത് ചെയ്യാം? സ്വതക്ക നൽകുക. അങ്ങനെ നൽകിയാലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? സ്വതക്ക നൽകി ചെയ്താൽ, ആത്മാർത്ഥമായിട്ട് ചെയ്താൽ രോഗം പ്രയാസം മാറുന്നുള്ളതാണ്. ഇനി അതിന് രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അബൂബക്കർ അൽ ഖബ്ബാസ് റഹിമഹുല്ലാഹ് പറയണേ, എനിക്ക് മാരകമായ രോഗം പിടിപെട്ടു. അങ്ങനെ ഇരിക്കെ നല്ലവനായ എൻ്റെ ഒരു അയൽവാസി എന്നെ കാണാനിടയാവുകയും ഇപ്രകാരം എന്നോട് പറയുകയും ചെയ്തു, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഒന്ന് പരീക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊരു വേനൽക്കാലമായിരുന്നു. ഞാൻ ധാരാളം തണ്ണിമത്തൻ വാങ്ങി. അങ്ങനെ ഒരു കൂട്ടം സാധുക്കളും കുട്ടികളും ഒരുമിച്ച് കൂടുകയും, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ എന്താ പറഞ്ഞത്? സാധുക്കളും കുട്ടികളും. അതാണ് ഞാൻ പറഞ്ഞത്, പാവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽപ്പെട്ട ഒരാളാണ് ആര്? വിധവകളും യത്തീമുകളൊക്കെ. അതുങ്ങൾ നമ്മൾ പരിഗണിക്കുക. എന്നിട്ട് എന്താ ചെയ്തത്? സാധുക്കളും കുട്ടികളും ഒരുമിച്ച് കൂടുകയും അവരത് കഴിക്കുകയും ശേഷം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ രോഗശമനത്തിനായി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു.
എന്നിട്ട് പറയുകയാണ്, അള്ളാഹുവാണേ സത്യം, പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും ഞാൻ പരിപൂർണ സുഖം പ്രാപിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞുണ്ടോ, നിങ്ങളുടെ രോഗികളെ ദാനധർമ്മം കൊണ്ട് സദഖ കൊണ്ട് ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കലും ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ ഈ ഇമാമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, 7 വർഷമായി എൻ്റെ കാൽമുട്ടിൽ വ്രണമാണ്. പലതരത്തിലുള്ള വൈദ്യന്മാരെ കാണിച്ചു, എന്നിട്ട് എന്തില്ല, ഒരു തരത്തിലുള്ള കുറവും അതിനില്ല പറഞ്ഞു. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ പോലെ തന്നെ നമ്മുടെ അടുത്ത ആൾക്കാരെ നമ്മൾ ചിലവർ ശ്രദ്ധിച്ചില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകുമാറാട്ടെ. അവരിങ്ങനെ മരുന്ന് കുടിക്കുന്നുണ്ടാവും അല്ലേ, മാസം അങ്ങനെ പോയി മരുന്ന് കുടിക്കുന്നുണ്ടാവും. നമ്മൾ ഇതും കൂടി ശ്രദ്ധിക്കണം. കാരണം അല്ലാഹുവിൻ്റെ റസൂലും പറഞ്ഞ സത്യവിശ്വാസിക്ക് ഇനി വേറെ വല്ല സംശയമില്ലല്ലോ, നമ്മളിതൊക്കെ ചെയ്യണം. എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, 7 വർഷമായി എൻ്റെ കാൽമുട്ടിൽ എന്താണ്, വ്രണമാണ് എന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള സദക്ക ദാനധർമ്മം നീ ചെയ്തു വെച്ചു? അപ്പോൾ ഈ മനുഷ്യൻ എന്താ പറഞ്ഞു, ഇല്ല പറഞ്ഞു. അങ്ങനെ അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം പാവങ്ങളുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയപ്പോൾ അവർക്ക് എന്തില്ല, കുടിക്കാനും കുളിക്കാനൊന്നും ഒരു ജലസ്രോതസ്സില്ല, ഒരു കിണറില്ല. അപ്പോൾ അവരെന്തൊരു ചെയ്തത്, ഈ മനുഷ്യൻ ആ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. അങ്ങനെ കിണറൊക്കെ കുഴിച്ചു കൊടുത്ത് അവരെന്ത് ചെയ്തു, അതിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ തുടങ്ങി. വെള്ളം ശേഖരിച്ചു. പിന്നീട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എൻ്റെ അത്രയും കൊല്ലത്തെ രോഗം ഉണ്ടല്ലോ, 7 വർഷം ഞാൻ താങ്ങി പിടിച്ച രോഗം, അവസാനം ഇവർക്ക് ഈ ദാനധർമ്മം ഞാൻ ചെയ്തതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം എൻ്റെ രോഗം പരിപൂർണമായി ശിഫയായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, ഈ ഇൽമ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒപ്പം മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ എത്തിക്കണം കേട്ടോ. കാരണം നമ്മുടെ പോലെ തന്നെ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ മാറട്ടെ. ഇനി നമുക്കിതിൽ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കാരണം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, നമുക്കൊരു സംശയമില്ല. 2 വന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. സദക്ക കൊണ്ട് സ്വാധീനം ഉണ്ടാകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം പറയണേ. സദക്ക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ മാറും എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ. കാരണം അത് പറഞ്ഞിട്ടുള്ളത് കരീമും മന്നാനുമായിട്ടുള്ള അള്ളാഹു ആകുന്നു. ഒപ്പം നമുക്ക് പഠിപ്പിച്ചു തന്നതോ സത്യസന്ധനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആകുന്നു എന്നുള്ളത്. അതുകൊണ്ട് സദക്ക ചെയ്താൽ നമ്മുടെ ബുദ്ധിമുട്ട് മാറുമോ എന്നുള്ളൊരു ചിന്താഗതി ആർക്ക് വേണ്ട, നമുക്ക് വേണ്ട. നമ്മൾ നല്ല നെയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സദക്ക എന്നുള്ള സൽക്കർമ്മം നമ്മൾ അധികരിപ്പിക്കുക. അത് നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ.